എൻ്റെ പേര് ഷഹന. ഡിസംബർ 17 ആയിരുന്നു എൻ്റെ DH എക്സാം. അൽഹംദുലില്ലാ പാസ്സായി. എനിക്ക് എക്സാം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആൻഡോ സാറിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മെറ്റീരിയൽ, ഇമ്പോർട്ടൻറ്റ് ഫയൽസ്, DH അപ്കമിങ് എക്സാം ഗ്രൂപ്പിൽ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ്, ഇതെല്ലതും അറ്റൻഡ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത്. നമ്മൾ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. എനിക്ക് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരോട് അതേ ഇനി പറയാനുള്ളത്. ഏതെങ്കിലും ഒരാളെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ആരും പഠിക്കരുത്. അതായത് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് മാത്രം നോക്കിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാസ്സാവാം, പക്ഷെ പാസ്സാവാതിരിക്കാം. ഒരാൾ പാസ്സായി എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പാസ്സാകണമെന്നില്ല. അപ്പോൾ എല്ലാതും ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാതും നമ്മൾ ആപ്പിലുള്ള എല്ലാതും കവർ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് അമൽ സാറിനോടാണ്. അമൽ സാറായിരുന്നു എനിക്ക് ഞങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൻ്റെ മെൻറ്റർ. സാറിനോട് ഏത് സമയത്ത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും സാറ് നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് വോയിസ് ആയിട്ട് തന്നെ അയക്കുമായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു ഓപ്ഷൻ ചോദിച്ചാലും സാർ അത് എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ മടിയുണ്ടെങ്കിലും പൊട്ടത്തരാണെങ്കിലും സാർ അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായി. പിന്നെ എക്സാം ടൈമിൽ നമുക്കുണ്ടായിരുന്ന പേടി, അതൊക്കെ സാറിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറയുമ്പോഴത്തേനും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കാൻ സാർ റെഡിയായിരുന്നു. എന്തായാലും ബിഗ് താങ്ക്സ് ടു അഡ്വഞ്ചർ ടീം. പിന്നെ എക്സാം എഴുതുന്നവരോട് എനിക്ക് ടൈം മാനേജ് ചെയ്ത് എഴുതണം. കാൽക്കുലേഷൻ ആയിക്കോട്ടെ, നമ്മുടെ ആപ്പിൽ എല്ലാതും കവർ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടോ ഒരാളെ കമ്പയർ ചെയ്തിട്ടോ ആ വ്യക്തി പാസ്സായിട്ടുണ്ട് പക്ഷെ അവർ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് മാത്രമേ നോക്കിയുള്ളൂ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നില്ല, അങ്ങനെ വിചാരിച്ച് പോയാൽ ചിലപ്പോൾ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാതും ഒന്നും സ്കിപ്പാക്കാതെ എല്ലാതും അറ്റൻഡ് ചെയ്ത് പഠിച്ച് പോവുകയാണെങ്കിൽ എന്തായാലും പാസ്സാവാൻ പറ്റും തന്നെയാണ്. അങ്ങനെയാണ് അവർ പ്രിപ്പയർ ആക്കിയിട്ടുള്ളത് അഡ്വഞ്ചർ ടീം. അപ്പോൾ ആ ടീമിനോട് തന്നെയാണ് ബിഗ് താങ്ക്സ് പറയാനുള്ളത്.